Hi all, welcome to Chapter 1 Civil. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റെയിൻ ഗേജ് നെറ്റ്വർക്കിനെ കുറിച്ചാണ്. റെയിൻ ഗേജ് എന്താണെന്നും ടൈപ്പ് ഓഫ് റെയിൻ ഗേജസും എല്ലാം നമ്മൾ മുൻപത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കാണണമെങ്കിൽ മുകളിലത്തെ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. റെയിൻ ഗേജ് നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ ഒരു ഏരിയയിൽ എത്ര റെയിൻ ഗേജസ് വേണം ഒരു ആക്യുറേറ്റ് ആയ റിസൾട്ട് കിട്ടണമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ നമ്മൾ കേരളത്തിൻ്റെ റെയിൻഫോൾ എടുക്കുകയാണെങ്കിൽ ആനുവൽ റെയിൻഫോൾ അറൗണ്ട് ഒരു 3000 സെൻറ്റിമീറ്റർ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതൊരു പെർട്ടിക്കുലർ ഏരിയയിലോ ഒരു പെർട്ടിക്കുലർ ഡിസ്ട്രിക്റ്റിലോ മാത്രം റെയിൻഫോൾ എടുത്ത് നമ്മൾ പറയുന്നതല്ല. നമ്പർ ഓഫ് റെയിൻ ഗേജസിൻ്റെ ഒരു ആവറേജ് കണ്ടിട്ടാണ് നമ്മളിങ്ങനെ കേരളത്തിന് ആ സംസ്ഥാനത്തിൻ്റെ ടോട്ടൽ റെയിൻഫോൾ ആയിട്ട് നമ്മൾ ആനുവൽ റെയിൻഫോൾ ഒക്കെ ആയിട്ട് പറയാറുള്ളത്. അപ്പോൾ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ മഴ അളക്കാൻ പറ്റുവാണെങ്കിൽ അല്ല ഒരുപാട് സ്ഥലങ്ങളിൽ റെയിൻ ഗേജ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുവാണെങ്കിൽ വളരെ നല്ലതാണ്. പക്ഷേ ഒരു നല്ല ആക്യുറേറ്റ് റിസൾട്ട് അപ്പോൾ നമുക്ക് കിട്ടും. പക്ഷേ ഈ റെയിൻ ഗേജ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, അതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ്, പിന്നെ ആ ഏരിയയിൽ ചിലപ്പോൾ എത്തിച്ചേരാനുള്ള ബുദ്ധിമുട്ട്. ഇപ്പോൾ നമ്മളൊരു മൂന്നാർ മലേൻ്റെ മേലേക്കാണ്, അപ്പോൾ അവിടെയൊക്കെ നമുക്ക് കൂടുതൽ മഴ കിട്ടാറുണ്ട്. അപ്പോൾ അങ്ങനെ വലിയ മലയുടെ മേളിലെല്ലാം പോയിട്ട് എല്ലാ ദിവസവും ഇത് കളക്ട് ചെയ്യുക, അതിൻ്റെ മെയിൻ്റനൻസ് ഒക്കെ ചെയ്യാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി പരിഗണിക്കുമ്പോൾ നമുക്കൊരു ഒപ്റ്റിമം നമ്പർ ഓഫ് റെയിൻ ഗേജസ് ആണ് വേണ്ടത്. അപ്പോൾ ആ റെയിൻ ഗേജ് നെറ്റ്വർക്കിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഒരു കാച്ച്മെന്റ് ഏരിയ പെർ റെയിൻ ഗേജ് എന്നുള്ളത് ഏറ്റവും കുറവായിരിക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഒരു റെയിൻ ഗേജ് വെച്ച് നമ്മൾ മെഷർ ചെയ്യുന്ന റെയിൻഫാളിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് കുറവായിരിക്കാം. അല്ലെങ്കിൽ ഒരു വലിയ ഏരിയ ആണ് ഇപ്പോൾ നമ്മൾ പറയുന്നതെങ്കിൽ, ഇപ്പോൾ കേരളം ആണെങ്കിൽ ഒരുപാട് ഏരിയ ഉണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ഒരുപാട് റെയിൻ ഗേജസ് കിട്ടുന്ന റെയിൻഫാൾ മെഷർമെന്റ് എടുത്തിട്ടാണ് നമ്മളത് ആ ഏരിയയുടെ റെയിൻഫാൾ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. എന്തുകൊണ്ട്? കോസ്റ്റ് കൂടുതലാണ് റെയിൻ ഗേജ് മെയിൻറ്റെയിൻ ചെയ്യാനും ഇൻസ്റ്റാൾ ചെയ്യാനും അല്ല. പിന്നെ ആ ടോപ്പോഗ്രഫി, ആക്സസിബിലിറ്റി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും പ്രശ്നമാണ്. അപ്പം നമ്മൾ അവസാനം എത്തിച്ചേരുന്നതാണ് ഒരു ഒപ്റ്റിമം നമ്പർ ഓഫ് ഗേജസിലേക്ക്. എന്ന് വെച്ചാൽ റീസണബിളി ആക്യുറേറ്റ് ഇൻഫർമേഷൻ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എത്ര റെയിൻഫാൾ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ, ഒരുപാട് മഴ കിട്ടുന്ന ഏരിയ ആണെങ്കിൽ നമുക്ക് വളരെ വൈഡായിട്ട് റെയിൻ ഗേജ് സ്റ്റേഷൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പം അങ്ങനെ സ്ലോപ്പ് കൺസിഡറേഷൻ കൂടി വെച്ചിട്ട് അല്ലെങ്കിൽ മഴയുടെ അളവ് കൂടി പരിഗണിച്ചിട്ട് നമ്മൾ ഈ ഒപ്റ്റിമം ഡെൻസിറ്റി ഓഫ് ഗേജസിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. മെയിൻ ആയിട്ട് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ റെക്കമെൻഡ് ചെയ്യുന്ന റെയിൻ ഗേജ് ഡെൻസിറ്റിയും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ കണ്ടീഷനിൽ നമ്മൾ IS കോഡ് വെച്ച് റെക്കമെൻഡ് ചെയ്യുന്ന റെയിൻ ഗേജ് നെറ്റ്വർക്കോ റെയിൻ ഗേജിന്റെ ഡെൻസിറ്റിയുമാണ്. അതിൽ വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ ഒരു 3 കാറ്റഗറിക്കാണ് പറയുന്നത്. ഫ്ലാറ്റ്, മൗണ്ടനസ്, അതുപോലെ തന്നെ പോളാർ റീജിയൻസിൽ. ഇതുപോലെ തന്നെയാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് എന്ന് വെച്ചാൽ അതും പ്ലെയിൻസിൽ, എലിവേഷൻ മൗണ്ടനസ് ആയിട്ടുള്ള റീജിയൻസിൽ, വളരെ ഹില്ലി ആയിട്ടുള്ള റീജിയൻസിൽ. വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ ഫ്ലാറ്റ് റീജിയൻസ് എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ മെഡിറ്ററേനിയൻ ആൻഡ് ട്രോപ്പിക്കൽ സോൺസിലെ ഫ്ലാറ്റ് റീജിയൻസിൽ പറയുന്നത് ഒരു ഐഡിയൽ റെയിൻ ഗേജ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ഒരു 600 to 900 കിലോമീറ്റർ സ്ക്വയറിന്റെ ഉള്ളിൽ ഒരു റെയിൻ ഗേജ് എങ്കിലും വേണം. അതാണ് ഒരു ഐഡിയൽ കണ്ടീഷൻ. അങ്ങനെയാണെങ്കിലും ഒരു 900 to 3000 കിലോമീറ്റർ സ്ക്വയറിന്റെ ഉള്ളിൽ തന്നെ ഒരു റെയിൻ ഗേജ് ഉണ്ടെങ്കിൽ അത് ആക്സെപ്റ്റബിൾ ആയിട്ട് WMO പറയുന്നുണ്ട്. അപ്പോൾ ഐഡിയൽ കണ്ടീഷൻ എന്ന് പറയുന്നത് 600 to 900 കിലോമീറ്റർ സ്ക്വയറിന്റെ ഉള്ളിൽ ഒരെണ്ണം എന്നുള്ളതാണ്. ആക്സെപ്റ്റബിൾ ആണ് 3000 വരെ ഉള്ളിൽ തന്നെ ഒരെണ്ണമെങ്കിലും ഉണ്ടെങ്കിൽ. ഇനി അതൊരു മൗണ്ടനസ് റീജിയൻ ആണെങ്കിൽ വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ പറയുന്നത് 100 to 250 കിലോമീറ്റർ സ്ക്വയറിന്റെ ഉള്ളിലെ ഒരു റെയിൻ ഗേജ് സ്റ്റേഷനെങ്കിലും വേണം. അതാണ് ഒരു ഐഡിയൽ കണ്ടീഷൻ. എന്നാൽ ഒരു 1000 കിലോമീറ്റർ സ്ക്വയറിന്റെ ഉള്ളിൽ ഒരു റെയിൻ ഗേജ് സ്റ്റേഷനെങ്കിലും ഉണ്ടെങ്കിൽ അത് ആക്സെപ്റ്റബിൾ ക്രൈറ്റീരിയനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഐഡിയൽ എന്ന് പറയുന്നത് 100 to 250 കിലോമീറ്റർ സ്ക്വയറിന്റെ ഉള്ളിൽ ഒരു റെയിൻ ഗേജ് എങ്കിലും ഉണ്ടാവുക എന്നുള്ളതും ആക്സെപ്റ്റബിൾ ആണ് 1000 കിലോമീറ്റർ സ്ക്വയറിലെങ്കിലും ഒരെണ്ണം ഉണ്ടാവുക എന്നുള്ളതും. നമ്മുടെ ഈ ടോപ്പിക്കൽ അതുപോലെ തന്നെ ടെമ്പറേറ്റ് മെഡിറ്ററേനിയൻ റീജിയൻസ് മൗണ്ടനസ് ആണെങ്കിൽ ആണ് ഈ റെക്കമെൻഡേഷൻ WMO പറയുന്നത്. പക്ഷെ നമ്മൾ എറിഡ് ആൻഡ് പോളാർ റീജിയനിലേക്ക് പോകുമ്പോൾ സ്ഥിതി വ്യത്യാസമാണ്. അവിടെ ഭയങ്കര ഡിഫിക്കൽട്ടാണ് ഈ റെയിൻ ഗേജ് ഇൻസ്റ്റാൾ എല്ലാം ചെയ്യാൻ. അന്നേരം 1500 തൊട്ട് 10000 കിലോമീറ്റർ സ്ക്വയറിന്റെ ഉള്ളിൽ ഒരു റെയിൻ ഗേജ് എങ്കിലും ഉണ്ടെങ്കിൽ ആ ഫീസിബിലിറ്റി ക്രൈറ്റീരിയൻ വെച്ചിട്ട് നമ്മൾ ഡിപ്പെൻഡിങ് ഓൺ ദ ഫീസിബിലിറ്റി
ഒരു റെയിൻ ഗേജ് സ്റ്റേഷൻ 10,000 കിലോമീറ്റർ സ്ക്വയറിന്റെ ഉള്ളിലെങ്കിലും മതി എന്നാണ് WMO റെക്കമെൻഡ് ചെയ്യുന്നത്. വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ റെക്കമെൻഡ് ചെയ്യുന്ന മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന റെയിൻ ഗേജ് സ്റ്റേഷൻസിന്റെ 10% എങ്കിലും സെൽഫ് റെക്കോർഡിംഗ് ടൈപ്പ് ആയിരിക്കണം എന്നുള്ളത്. എന്ന് വെച്ചാൽ നമ്മൾ 100 റെയിൻ ഗേജ് സ്റ്റേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട് ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ എങ്കിൽ അതിലെ 10 എണ്ണമെങ്കിലും സെൽഫ് റെക്കോർഡിംഗ് ടൈപ്പ് ആയിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ ഫിസിക്കലി പോയി അളക്കേണ്ടതായിരിക്കരുത്. ഒരു ടിപ്പിക്കൽ റെക്കോർഡിംഗ് ടൈപ്പ് റെയിൻ ഗേജിന്റെ പിക്ചറാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. അടുത്ത് നമുക്ക് ഇന്ത്യൻ കണ്ടീഷനിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഇന്ത്യൻ കണ്ടീഷനിൽ നമ്മുടെ സ്പെസിഫിക്കേഷൻസ് എല്ലാം പറഞ്ഞിട്ടുള്ളത് മുൻപേ പറഞ്ഞ IS കോഡ് തന്നെ IS 4987. അതുപ്രകാരം നമ്മുടെ പ്ലെയിൻ ഏരിയാസ് ആണെങ്കിൽ ഒരു റെയിൻ ഗേജ് സ്റ്റേഷനെങ്കിലും 520 കിലോമീറ്റർ സ്ക്വയറിന്റെ ഉള്ളിൽ വേണം. അപ്പം ഒരു 520 കിലോമീറ്റർ സ്ക്വയറിന്റെ ഉള്ളിൽ ഒരു റെയിൻ ഗേജ്, അടുത്ത 520ന്റെ ഉള്ളിൽ ഒരെണ്ണമെങ്കിലും അത്ര മിനിമം വേണമെന്നാണ് IS കോഡ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഇന്ത്യൻ കണ്ടീഷനിലുള്ള റെയിൻ ഗേജ് സ്റ്റേഷൻ ഡെൻസിറ്റിയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതായത് PSC എക്സാമിനൊക്കെ ചോദിച്ചിട്ട് കണ്ടിട്ടുള്ളത് ഈ ഏരിയ എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനി നമ്മുടേത് മൗണ്ടനസ് റീജിയൻ ആണെങ്കിൽ എന്ന് വെച്ചാൽ ഒരു ആവറേജ് എലിവേഷൻ 1000 മീറ്ററോളം വരികയാണെങ്കിൽ ഈ 520 കിലോമീറ്റർ സ്ക്വയറിന്റെ ഉള്ളിൽ പോരാ ഒരു റെയിൻ ഗേജ്. ഓരോ 260 to 390 കിലോമീറ്റർ സ്ക്വയർ ഏരിയന്റെ ഉള്ളിൽ ഒരെണ്ണമെങ്കിലും വേണമെന്നാണ് IS കോഡ് റെക്കമെൻഡ് ചെയ്യുന്നത്. അതൊരു നല്ല ഹെവി റെയിൻ ഉള്ള ഹില്ലി ഏരിയ ആണെങ്കിൽ കുറച്ചും കൂടി ഏരിയ കുറയും. 130 കിലോമീറ്റർ സ്ക്വയറിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഒരു റെയിൻ ഗേജ് സ്റ്റേഷൻ വേണമെന്നാണ് IS കോഡ് റെക്കമെൻഡ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അവിടെ നല്ല മഴ കിട്ടും. അപ്പോൾ കുറഞ്ഞ ഏരിയയിൽ തന്നെ നമുക്ക് റെയിൻ ഗേജ് സ്റ്റേഷൻസ് വേണ്ടിവരും. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് സമ്മറൈസ് ചെയ്യാം. വേൾഡ് മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് പറയുന്ന പ്രകാരം ഫ്ലാറ്റ് ഏരിയ ആണെങ്കിൽ ഐഡിയൽ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ 600 to 900 കിലോമീറ്റർ സ്ക്വയറിന്റെ ഉള്ളിൽ ഒരു റെയിൻ ഗേജ് സ്റ്റേഷൻ എങ്കിലും. ആക്സെപ്റ്റബിൾ ആണ് 900 to 3000 കിലോമീറ്റർ സ്ക്വയർ. മൗണ്ടനസ് ആണെങ്കിൽ 100 to 250ന്റെ ഉള്ളിൽ തന്നെ വേണം ഒരെണ്ണമെങ്കിലും. അത് ആക്സെപ്റ്റബിൾ ആണ് 250 to 1000 കിലോമീറ്റർ സ്ക്വയറിന്റെ ഉള്ളിൽ. ആരിഡ് ആൻഡ് പോളാർ റീജിയൻ ആണെങ്കിൽ കുറച്ച് റിലാക്സേഷൻ ഉണ്ട്. അവിടെ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഒരു 10,000 കിലോമീറ്റർ സ്ക്വയറിന്റെ ഉള്ളിൽ തന്നെ ഒരെണ്ണമെങ്കിലും ഉണ്ടായാൽ നല്ലതാണ്. IS 4987 പ്രകാരമുള്ളതാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ് പബ്ലിക് എക്സാമിനൊക്കെ ചോദിച്ചു കണ്ടിട്ടുള്ളത്. അത് പ്ലെയിൻസ് ആണെങ്കിൽ 520 കിലോമീറ്റർ സ്ക്വയറിന്റെ ഉള്ളിൽ ഒരു റെയിൻ ഗേജ് സ്റ്റേഷൻ എങ്കിലും. എലിവേഷൻ അപ് ടു 1000 മീറ്റർ ആണെങ്കിൽ 260 to 390 കിലോമീറ്റർ സ്ക്വയറിന്റെ ഉള്ളിൽ ഒരെണ്ണമെങ്കിലും. പ്രിഡോമിനന്റ്ലി ഹില്ലി ആൻഡ് ഹെവി റെയിൻഫാൾ ഏരിയാസ് ആണെങ്കിൽ 130 കിലോമീറ്റർ സ്ക്വയറിന്റെ ഉള്ളിൽ ഒരെണ്ണമെങ്കിലും റെയിൻ ഗേജ് സ്റ്റേഷൻ വേണമെന്നാണ് നമ്മുടെ ഇന്ത്യൻ കണ്ടീഷനിൽ IS സ്റ്റാൻഡേർഡ് കോഡ് പ്രകാരം പറഞ്ഞിരിക്കുന്നത്. താങ്ക് യു. If found useful, subscribe to our channel Chapter 1 Civil.